പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുന്നു, വിശുദ്ധിയിലുള്ള പരിശീലനത്തിനാണ് തിരുസഭയിൽ ഏറ്റവും മുൻഗണന, പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം. ലേവ്യരുടെ പുസ്തകം 19:1-2 വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ഈശോയിൽ പ്രിയരെ, ക്രിസ്തീയ ജീവിതം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമായിരിക്കുന്നതും വിശിഷ്ടമായിരിക്കുന്നതും ഉത്കൃഷ്ടമായിരിക്കുന്നതും ആയിരിക്കേണ്ടതും പ്രാർത്ഥനയാകുന്ന കലയിലാണ്. അതിന് ഏറ്റവും ഫലപ്രദമായ വഴിയാണ് ജപമാല പ്രാർത്ഥന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 നാം വായിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ആധുനിക കാലഘട്ടത്തിലെ ആത്മാരുടെ അപ്പസ്തോലൻ എന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ വിളിച്ച വിശുദ്ധ ജോസ് മരിയ പറയുന്നു, വലിയവരായി തീരാനുള്ള, വലിയ വിശുദ്ധരായി മഹത്വപ്പെടാനുള്ള രഹസ്യം ജപമാല പ്രാർത്ഥനയാണ് എന്ന്. ജപമാല പ്രാർത്ഥനയും വലിയ വിശുദ്ധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. വലിയവരാകാൻ കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരുക, കുഞ്ഞുങ്ങളെപ്പോലെയാകാൻ കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങൾ വിട്ടു നൽകുന്നത് പോലെ നിങ്ങളും നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. വിശുദ്ധ മർക്കോസ് 10 ഈശോ പറയുന്നു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചു. വിശുദ്ധ ജോസ് മരിയ തുടരുന്നു, കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കാൻ അവളെ അടുത്തറിയുക. പരിശുദ്ധ മാതാവിനെ അടുത്തറിയാൻ അവൾ നൽകിയ കൊന്ത ജപമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ വിശുദ്ധിയും വിവേകവുമുള്ളവരായി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരാം. ഈശോയിൽ പ്രിയമുള്ളവരെ, അതിന് ഈ ജപമാല മാസാചരണം കാരണമായി തീരട്ടെ, നമ്മെ സഹായിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.